നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. പെലെയുമായി നിങ്ങളെ കമ്പയർ ചെയ്തിരുന്നു എന്ന് പറയുന്നു. നെയ്മർ ജൂനിയറോടാണ് ചോദ്യം. ചോദിക്കുന്നത് റൊമാരിയോ ആണ്. ബ്രസീലിയൻ ഇതിഹാസം റൊമാരിയോ അദ്ദേഹത്തിൻ്റെ പോഡ്കാസ്റ്റിൽ നെയ്മർ ജൂനിയർ അതിഥിയായി കൊണ്ടുവന്ന ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അക്കൂട്ടത്തിൽ ചോദിച്ചൊരു ചോദ്യമാണ്, നിങ്ങൾ പെലെയുമായിട്ട് കമ്പയർ ചെയ്യപ്പെട്ടിരുന്നു നിങ്ങളുടെ കരിയറിൻ്റെ തുടക്കത്തിൽ. അത് നിങ്ങളുടെ കരിയറിനെ ബാധിച്ചിട്ടുണ്ടോ? റൊമാരിയോയുടെ ചോദ്യം. മറുപടി, മറ്റൊരാളുമായിട്ട് കമ്പയർ ചെയ്യപ്പെടുന്നത്, നമ്മൾ മറ്റൊരാളുമായിട്ട് കമ്പയർ ചെയ്യപ്പെടുന്നത് തീർച്ചയായിട്ടും എപ്പോഴും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മളെ ബാധിക്കും. യു തിങ്ക്, ഓ മൈ ഗോഡ്, അവരെന്നെ പെലെയുമായിട്ട് കമ്പയർ ചെയ്യുന്നു. ആർ യു ക്രേസി? പെലെ ഫുട്ബോളിൻ്റെ രാജാവല്ലേ? അദ്ദേഹം നമ്മളിലെല്ലാവരിലും ഏറ്റവും ഗ്രേറ്റസ്റ്റ് അല്ലേ? അദ്ദേഹത്തെ മറ്റൊരാളുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ അങ്ങനെ കമ്പാരിസൺ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളതിൽ അത്ഭുതപ്പെട്ടു പോകും. അത് നമ്മളെ ബാധിക്കുകയും ചെയ്യും. ദെൻ പെലെയുമായിട്ടുള്ള കമ്പാരിസണിന് ശേഷം നടന്നത് എന്താ? എന്നെ റോബിഞ്ഞോയുമായിട്ട് കമ്പയർ ചെയ്യുന്നു, റൊണാൾഡോയുമായിട്ട് കമ്പയർ ചെയ്യുന്നു, പിന്നെ നിങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുന്നു, റൊമാരിയോയുമായിട്ട് കമ്പയർ ചെയ്യുന്നു, മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുന്നു. പക്ഷേ ഞാൻ വിചാരിക്കുന്നത് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള പ്ലേയിങ് സ്റ്റൈലുണ്ട്, അവരുടേതായിട്ടുള്ള ചരിത്രം രചിക്കാനുമുണ്ട്. അപ്പോൾ നമ്മളൊരു പോയിന്റിലെത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഗ്രേറ്റ് പ്ലെയേഴ്സുമായിട്ട് നമ്മളെ കമ്പയർ ചെയ്യും. അതിനർത്ഥം നിങ്ങളും ഒരു ഗ്രേറ്റ് പ്ലെയറായി മാറിക്കഴിഞ്ഞു എന്നാണ്. അതാണിപ്പോൾ നെയ്മർ ജൂനിയർ പറയുന്നത്. ഇങ്ങനെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും താരങ്ങളെ ബാധിക്കുമെന്ന് തന്നെയാണ് നെയ്മർ ഇവിടെ പറയുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതേസമയം ഈ കമ്പാരിസൺ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം നമ്മളും ഒരു മികച്ച താരമാണ് എന്നുള്ളത്. അതുകൂടി നെയ്മർ അവിടെ പറഞ്ഞു വെക്കുന്നു. ഏതായാലും പെലെയുമായിട്ട് അദ്ദേഹം സാൻഡോസിൽ കളിച്ചിരുന്ന കാലഘട്ടത്തിൽ കമ്പയർ ചെയ്തിരുന്നു. ഇപ്പോൾ ആ പയ്യൻ വളർന്ന് പെലെയുടെ ദേശീയ ടീമിനായിട്ട് ഏറ്റവും അധികം ഗോളടിച്ച റെക്കോർഡ് പോലും തകർത്ത് നിൽക്കുകയാണ് എന്നോർക്കുക. പക്ഷേ വേൾഡ് കപ്പ് എന്ന പെലെയെ രാജാവാക്കി മാറ്റിയ കിരീടമുണ്ടല്ലോ, അതങ്ങനെ ഇതുവരെ കൈപ്പിടിയിൽ ഒതുങ്ങാതെ മാറി നിൽക്കുകയുമാണ്. 2026 ആ നേട്ടത്തിലേക്ക് പോകാൻ നെയ്മർക്കാവുമോ? കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.